പേടിക്കണ്ട, കഴുകാൻ വരുന്നുണ്ട്. കഴുകാനല്ലേ പോണ്? നീ ഫൈനൽ ഫൈവിൽ വന്നതിന്റെ അഹങ്കാരല്ലേ നീ കാണിക്കുന്നത്? ഓ ഇപ്പൊ അങ്ങനായോ? ക്യാപ്റ്റന് കുറച്ച് വില താട്ടോ ആദ്യം. ഫൈനൽ ഫൈവിലോ? അത് ശരി. അവള് ടാസ്ക് വിൻ ചെയ്തിട്ട് പോയതാണ്, PR-ന്റെ ബലത്തിൽ പോയതല്ല. എനിക്ക് PR-ന്റെ ബലം ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ നീ നിൽക്കുന്നേ? അയ്യ PR-ന്ന് വെട്ടിയിട. ഈ നോമിനേഷനിൽ ഈ വീക്ക് PR-ന്റെ ബലത്തിലാണോ മോൾ ഇത്ര ധൈര്യത്തിൽ? പ്രശ്നമുണ്ടോ? ആണോ? അയ്യോ ഇപ്പൊ ഇവിടുന്ന് കേസ് കൊടുക്കാൻ ഒരു സൗകര്യമില്ല. എന്ത് ചെയ്യും നീ കേസ്? സ്വഭാവം മനസ്സിലായി എനിക്ക്. നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഇന്ന് തൊട്ട് മനസ്സിലായി. നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് നീ പറഞ്ഞത് ഫൈനൽ ഫൈവിന്റെ അഹങ്കാരം ഒന്നല്ലേ? അപ്പൊ നിനക്ക് മനസ്സിൽ ഇപ്പൊ മനസ്സിലായി. കുത്തുന്ന പരിപാടി കേട്ടോ. എല്ലാ വീക്കിലും നിന്ന് വിഷമങ്ങൾ പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോ ഇപ്പൊ നിന്റെ മനസ്സിൽ മനസ്സിലായി PR-ന്റെ ബലത്തിലാണ് ഇരിക്കുന്നത്. PR-ന്റെ ബലത്തിൽ തന്നെ. അതാണല്ലോ മോക്ക് എന്നെ ഒരു വിലയില്ലാത്ത. ഞാൻ എന്താണ് അറിയോടാ? ഹൗസ് ക്യാപ്റ്റൻ ആണ്. എനിക്ക് ഇത്തിരി തന്നെങ്കിലും ഒരു വില തരാം. മോക്ക് വേണ്ടപ്പം ഞാൻ ടീം മാറ്റി എല്ലാം ചെയ്ത്, എന്നിട്ടും മോള് പണി ചെയ്യുന്നില്ല. ഇവർക്ക് വെസല് വേണമെന്നാ പറഞ്ഞത്. അപ്പൊ മോക്ക് അത് ചെയ്യാൻ സൗകര്യമല്ല. രണ്ടിന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കി. പോകുന്നതിന് മുന്നേ മനസ്സിലാക്കി തന്നു വെച്ചു രണ്ടിന്റെ സ്വഭാവം. ദയവായിട്ട് എനിക്ക് കാണിച്ചത് രണ്ടിന്റെ സ്വഭാവം മനസ്സിൽ. നിന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലായി. ദൈവം തന്നെ കാണിച്ചു തന്നത് മനസ്സിലായോ? കിച്ചണിലിട്ട് നന്നായി ഞാൻ വിചാരിക്കുള്ളൂ. സ്വഭാവം തനി കോണം മനസ്സിലായി. തനി കോണം മനസ്സിലായി. ഫൈനൽ ഫൈവിൽ ഫൈനൽ ഫൈവിൽ എന്താ അഹങ്കാരം ഒന്നുമില്ലേ? കഴിഞ്ഞ പ്രാവശ്യം വെസല് കഴിക്കില്ല മാറിയത് മനസ്സിലായോ? കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ച് മറ്റുള്ളവരുടെ ഭാഗത്ത് തെറ്റുണ്ടായി ചൂണ്ടിക്കാണിക്കാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. തെറ്റുണ്ടായിട്ട് മാത്രല്ല വെറുതെ ചൂണ്ടിക്കാണിച്ചോണ്ടിരിക്കുകയാണ് നീ. അത് സ്വന്തം മിസ്റ്റേക്ക് റിയലൈസ് ചെയ്യും, അങ്ങനെ ബാക്കിയുള്ളവരെ ചൂണ്ടിക്കാണിക്കും. ഞങ്ങള് കൂട്ടുകൂടിയെന്ന് പറഞ്ഞല്ലോ, അതെന്താന്നും കൂടെ പറ. ഇന്ന് നീ പറഞ്ഞ സാധനം പറ. എന്താണ് നിങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നത്? എന്തോ കണ്ടിട്ടാണ് ഞാൻ ഇവളുടെ കൂടെ കൂട്ടുകൂടിയെന്ന് പറഞ്ഞു. ഇന്ന് പറഞ്ഞ വർത്താനം അതെന്താന്ന് എനിക്കറിയണം. എന്താണ് എന്റെ ഉള്ളിൽ അനിമോളെ ഒരു കാര്യം പറയാം, ഇത് എന്നേക്കല്ല, ഇത് 100 ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. പുറത്തുള്ള സപ്പോർട്ട് അതാണ് അവൾ ഉദ്ദേശിച്ചത്. പുറത്തുള്ള PR സപ്പോർട്ട് അത് കണ്ടു കൂടിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയേക്കുന്നത്. അവള് പറഞ്ഞത് 100 ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ്. ഞാൻ നൂറേനെ എത്ര നോമിനേറ്റ് ചെയ്തത്. ടാസ്ക് വിൻ ചെയ്തിട്ട് ഫൈനൽ ഫൈവിൽ എത്തിയതാണ്. മനസ്സിലായോ? എന്താ അഹങ്കാരം? ഇവള് ജോലി ചെയ്യാത്തതിന് പറഞ്ഞതാണ് ഇവള് പറയുന്നത് ഫൈനൽ ഫൈവിന്റെ അഹങ്കാരാണോ? ഇവളെ നീ ടാസ്ക് വിൻ ചെയ്തിട്ട് ഡിസർവ്ഡ് ആയിട്ട് ഫൈനൽ എത്തിയതാ. PR-ന്റെ ബലത്തിൽ നീ ഫൈനൽ എത്തിയതല്ല. മനസ്സിലായി? അഭിമാനിക്കുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പോകുന്നതിന് മുന്നേ എനിക്ക് രണ്ടിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കി തന്നു. മനസ്സിലിരിപ്പ് എന്താണെന്ന് ഒരാളാണ് നന്നാക്കി എനിക്ക് നല്ലതായി. തള്ളിയ ഒരാളാണ്. എന്തോ ഞങ്ങളുടെ മനസ്സിലിരിപ്പ് മനസ്സിലായി. എന്താണെന്നാണ് ചോദിക്കണം. ഞാൻ എന്റെ മുന്നിൽ പറഞ്ഞത് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് വെസൽ ആവശ്യമുണ്ട്. എല്ലാരും ആവശ്യം
കഴുകി കൊടുക്കലുണ്ട്. എനിക്ക് മാത്രം എത്ര സ്പെഷ്യാലിറ്റി? ഇത് അവളെ ക്യാപ്റ്റൻസി നല്ല പ്രിവിലേജ് വെച്ചിട്ടാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രി ഞാന് പാത്രം കഴുകുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് രാത്രിയുള്ള എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകും. ഓൾറെഡി കഴുകിയാണ് മോളെ. തെറ്റാണോ? രാത്രി ഇപ്പൊ കഴിക്കുന്ന ഭക്ഷണം ഞാൻ ചോദിക്കട്ടെ, നിന്റെ കൂടെ ഒരു മെമ്പർ ബാക്കിയുള്ള പകുതി മാത്രം കഴിക്കില്ലേ? അപ്പൊ ആ പകുതി കൂടി കഴുകി കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പ ക്ലിയർ ചെയ്യും. ഉച്ചക്ക് ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് അപ്പ ക്ലിയർ ചെയ്യും. അപ്പൊ രാത്രിയോ? രാത്രി പണി തുടങ്ങിയിട്ടല്ലോ. രാത്രി ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് അപ്പ കഴിക്കും. ഫൈനൽ ഫൈവിൽ എത്തിയ അഹങ്കാരം നീ ലഞ്ച് രാത്രി കൈകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് സത്യമായിട്ട് ഞങ്ങൾ ഡിന്നറിനുള്ള പണി തുടങ്ങുന്നേ ഉള്ളൂ. ഡിന്നറിന്റെ വെസൽസ് വരുന്നേ ഉള്ളൂ. അത് ലഞ്ചിന്റെ വെസൽസാ. ഈ ലഞ്ചിന്റെ നീ എന്താ കഴുകാത്തത്? വരുന്നുണ്ട് രക്ഷപ്പെടുത്താൻ. ഞാൻ പോട്ടെ. അല്ല ഞാൻ ചോദിക്കട്ടെ അനീഷേട്ടാ, ഇപ്പൊ അതിന്റെ പ്രശ്നം നോക്കണ്ട. അനീഷ മറുപടി പറഞ്ഞില്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യമില്ല. ബ്രേക്ക്ഫാസ്റ്റിന്റെ അതാത് സമയത്ത് കഴുകാറുണ്ട്. ലഞ്ചിന്റേത് അതാത് സമയത്ത് കഴുകാറുണ്ട്. ഡിന്നറിന്റെ ആവുമ്പോഴാണ് ഡിന്നറിന്റെ സമയത്ത് കഴുകാറ്. എന്താ ലഞ്ചിന്റെ ഡിന്നർ രാത്രി കഴുകുള്ളൂ എന്ന് പറയണത്? അല്ല, അതിനുശേഷം ചായ ഉണ്ടാക്കി അതൊക്കെ ജോലി മാറിയതിന് ശേഷം വന്ന ചായപാത്രങ്ങളുണ്ട്. അത് വന്നതിന് ശേഷമുള്ളതാണ്. അതിന്റെ പകുതി ഞാൻ കഴിക്കും. അവള് കഴിക്കല്ലോ. കുക്കറൊക്കെ ഞാൻ കഴുകി. ചായ വൈകുന്നേരം ചായയുടെയാണ്. അത് ഡ്യൂട്ടി മാറിയതിന് ശേഷം അത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ, നമ്മൾ ചെയ്യണ്ടേ? ഡ്യൂട്ടി ചെയ്യാതെ ഉണ്ടാക്കണ്ട. ഡ്യൂട്ടി പാത്രങ്ങൾ ഞാനല്ല കഴുകേണ്ടത്. അല്ലല്ല, ഞാൻ ചായപാത്രം ഇതാ കഴുകി. ഇവിടെ ഭാഗമാണ് കഴുകാനുള്ളത്. ചായ ലക്ഷറി പോലെ കഴുകിയിട്ട് ചപ്പാത്തിക്ക് അടുപ്പത്തൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ ഡ്യൂട്ടി മാറിയതിന് ശേഷമുള്ളതാണത്. ആ കുക്കർ അവൻ കഴുകി വെച്ചില്ലേ? ചായപാത്രം ഞാൻ കഴുകി. അതെ, വെള്ളം ചൂടാക്കാം. ഇപ്പൊ അതിന് ഡ്യൂട്ടി മാറിയതിന് ശേഷമുള്ളതാണ്. കുഴപ്പമില്ല, നീ ചെയ്താലും മോളെ. എന്റെ ഉള്ളിലിരിപ്പ് എന്തായാലും പറയാനും പറ്റി. താങ്ക്സ്. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ എന്റെ കൂടെ കൂടിയിരിക്കണെന്നൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ? നമ്മളെ തെറ്റ് ഭയങ്കര കാര്യം. ഓരോ ബാക്ക് പോലെ ഇവിടെ അങ്ങനെ ഒരാൾക്കും പ്രിവിലേജ് ഇല്ല. എല്ലാരും ഡ്യൂട്ടി ചെയ്യണം. നോക്കണ്ട നീ കാറോ നിന്റെ വീട്ടുകാരോ നിന്റെ വീടോ പറയൂ. എന്താണ് പറഞ്ഞു? ഒരാൾക്കും പ്രിവിലേജ് ഇല്ല. അതിന്റെ മുടിയാ നമ്മള് പാത്രം കഴുകണം, നീ കഴുകണം. ഓരോരുത്തരും അവരവരെ ഡ്യൂട്ടി ചെയ്യണം. തൊലിക്കട്ടിയാണെങ്കിൽ നീ പറയണ്ടേ? എന്താണ് പറഞ്ഞത്? അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റാണെങ്കിൽ പറ. സൗകര്യമില്ല. ചങ്കൂറ്റില്ല, ഭീരുവാണ്, ഒളിച്ചോട്ടം. നമുക്ക് നമ്മളെ പണി നോക്കാം. ഞാൻ കഴുകാം. പിന്നെ തീ പിടിച്ചോട്ട് വെറുതെ ഈ ഷോ കണ്ടോണ്ടിരിക്കണ കാര്യം പട്ടി ഷോ. ഫൈനൽ ഫൈവിൽ എത്തിയ അഹങ്കാരം നമുക്ക് നമ്മളെ പണി എടുക്കാം. വെറുതെ ഇരുന്ന് കിട്ടിയതാണ്. കൺഗ്രാറ്റുലേറ്റ് ചെയ്തത് മീൻ ചെയ്തിട്ടല്ല, ഫേക്ക് ആയിട്ട്. മനസ്സിലായി അത് മനസ്സിലായി. ഉള്ളിലിരിപ്പ് വേറെ, പുറത്ത് കാണിച്ചത് വേറെ ആയിരുന്നു. ഫൈനൽ ഫൈവിൽ എത്തിയതിന്റെ അഹങ്കാരം എന്നും പറഞ്ഞു പോയി. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഷോ കാണിക്കുന്നു. ഉള്ളിലിരിപ്പ് മനസ്സിലായി, അത്രേ ഉള്ളൂ. സിമ്പിൾ. ഫൈനൽ ഫൈവിൽ പട്ടി ഷോ കാണിക്കാനാണ് അവർക്ക് പറ്റുള്ളൂ. അതാണ് അന്ന് ലാലേട്ടന്റെ മുമ്പിൽ മാസ് കാണിച്ചത്. സ്വന്തം വെസൽ അന്നും കഴുകാണ്ടാണ് അവിടെ പോയിട്ട് മാസ് കാണിച്ചത്. നല്ല ഉറപ്പുണ്ട്. ഇവളൊക്കെ സ്വന്തം ഡ്യൂട്ടി ചെയ്യാനോ എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയും. ആദ്യം സ്വന്തം കാലം തിരിച്ചറിയ, എന്നിട്ട് നാട്ടുകാർ കാണാൻ നോക്കും. നീ മനസ്സിലായ? അതെ, മറ്റുള്ളവരെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോ അവനെ ക്വാളിറ്റി ഉണ്ടോ നോക്കാദ്യം ചിന്തിക്കണം. എന്നോട് പറഞ്ഞു ഓൾക്ക് ആവശ്യമുള്ള വെസൽ ഒന്ന് കഴുകി കൊടുക്കുക. ഞാൻ നല്ലോണാണ് എന്നോട് പറഞ്ഞത്. സൗകര്യമില്ല, ഞാൻ കേൾക്കൂല. ഹലോ, ഞാൻ എന്റെ അഹങ്കാരം കാണിച്ചാലേ, ഒരു ക്യാപ്റ്റൻ ആയിട്ട് ഞാൻ പറഞ്ഞതാ. എനിക്ക് അവിടെ അഹങ്കാരം കാണിക്കാൻ യാതൊരു ആവശ്യമില്ല. എനിക്ക് കാണിക്കാൻ ഇഷ്ടമില്ല. അനുമോളെ പോലെ, മനസ്സിലായോ? അനുമോളെ പോലെ തരാൻ പറ്റുമോ? ഞാൻ ക്യാപ്റ്റൻ ഇതൊന്നും അല്ലായിരിക്കും. എന്നിട്ടും ഞാൻ അത്രക്കും താന്ന് കേന്നാണ് ഇവളോട് ചോദിക്കുന്നത്. അനുമോളെ ആ വെസലൊന്ന് കഴുകി കൊടുക്കാമോ? ഇവർക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് ചോദിക്കാണ് ഞാൻ. അക്ബറിന്റെ പാട്ട് കഴുകി പോയതാണ്. ഇവളോട് ഇങ്ങനെയൊന്നല്ലാണ്ട് ഇവളെ കാല് കഴുകി വെള്ളം കുടിക്കണോ ഞാന്? അനുമോളുടെ എന്ത് കണ്ടിട്ടാണ് ഇത്ര നാള് നിന്നത് എന്ന് എനിക്ക് അറിയണം. അതൊക്കെ പറയാനുള്ള ധൈര്യമല്ല, അത് വിട്ടേക്ക്. നിന്റെ കാറോ നിന്റെ വീടോ നിന്റെ വീട്ടുകാരോ നിന്റെ പൈസയോ നിന്റെ ഫെയിമാ നിന്റെ 1 മില്യൺ ഫോളോവേഴ്സോ? ക്യാപ്റ്റൻ ഈ ഇപ്പോഴുള്ള വെസല് എപ്പോഴത്തെയാണ്?
ഇപ്പം വൈകുന്നേരം അത് വൈകുന്നേരത്താണ് ചേട്ടാ. അല്ല ആ വലിയ വെസലുകളൊക്കെ എപ്പോഴത്തെയാ? ഉച്ചക്കലത്തെയാണോ? ആ ഉച്ചക്കത്തത് അത് ഹാഫ്. ചോറുള്ളിൽ വെച്ചപ്പോ ആ ബസ്സിൽ അല്ല എപ്പോഴാണ് ഇവര് ടീം മാറിയത്? അത് ഉച്ചക്ക് ശേഷം ഉച്ച കഴിഞ്ഞിട്ട് ആ ബസ്സിന്റെ കാര്യമല്ല പറയുന്നത്, മുന്നുള്ളത് കഴുകാൻ ഞാൻ നിൽക്കണായിരുന്നു. ഞാൻ പറഞ്ഞുതരാം, ഒന്നും അപ്പൊ മിണ്ടല്ല. ആരാ ഞാൻ ചോദിക്കുന്നത്, ഇപ്പയുള്ള പാത്രങ്ങള് ലഞ്ച് ടൈമിന്റെ ഉള്ളതാണോ? ലഞ്ച് ടൈമിന്റെ ആണോന്ന് വെച്ചാൽ ആ ചോറ് വെച്ചല്ലേ അത് ലഞ്ച് ടൈമിന്റെ തന്നെ. ഞാൻ പറയട്ടെ, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അക്ബർ ഹാഫ് കേക്ക്, നെവിന് കുക്കർ കേക്ക്, അപ്പൊ കുറച്ചേ ഉള്ളൂ. അതൊന്ന് കേക്ക് തരുമെന്ന് ചോദിച്ചേ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സിംഗില് കിടക്കണത് ഉച്ചഭക്ഷണത്തിന്റെ ആണോ? വൈകുന്നേരത്തെ വൈകുന്നേരം വൈകുന്നേരം അതിന് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അത് കേസരി ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കിയില്ലേ? ആ വലിയ പാത്രങ്ങൾ ഉച്ചഭക്ഷണത്തിന്റെ അത് ആണ്. ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണത്തിന്റെ ആണ്. അപ്പൊ ടീം മാറ്റിയത് എപ്പോഴാണ്? ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പൊ ഉച്ചഭക്ഷണത്തിന്റെ ആരെ കഴുകേണ്ടത് ശരിക്കും? ഉച്ചക്കത്തെ കാര്യമല്ലേ ഇവിടെ പറയുന്നത്? അല്ല ഞാൻ ചോദിക്കാണ്. ഞാൻ പറഞ്ഞത് രാത്രി ഭക്ഷണം കഴിക്കുന്ന സകല പാത്രങ്ങളും ഞാൻ ഒറ്റ നിന്ന് കഴുകാൻ എന്ത് കണ്ടിട്ടാണ് ഇപ്പൊ അനുഭവം സംസാരിക്കുന്നത്? മാത്രമായിട്ട് കഴുകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചത്തെ ഒരാൾ കയറട്ടെ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം രാത്രിയുള്ള ഡിന്നറിലുള്ള എല്ലാ ഭക്ഷണവും പാത്രങ്ങൾ ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സകല പാത്രങ്ങൾ ആ ക്ലീൻ ചെയ്ത് ടീമില് ഞാനൊരു ഞാൻ ചോദിക്കുന്നത് മനസ്സിലാക്കും. അല്ല ഞാൻ ചോദിക്കുന്നത് എനിക്ക് അറിയാണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഉള്ള പാത്രങ്ങൾ ഉണ്ടല്ലോ അത് കാണുന്നുണ്ട്. സ്വന്തം ഇഷ്ടം അത് കാണുന്നുണ്ട്. മോള് നോമിനേഷന് പോകില്ല വെറുതെ പറഞ്ഞ് ഞാൻ പറയായിരുന്നു. എനിക്കിപ്പൊ മനസ്സിലായി. മോക്ക് നല്ല ഉറപ്പുണ്ട് മോള് പോകില്ല എന്നുള്ളത്. വെറുതെ തന്നെ അഭിനയിച്ച് കാണിക്കായിരുന്നു. അല്ല എനിക്ക് സംശയമുള്ള കാരണമാണ് ചോദിക്കുന്നത്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ആ ഉച്ചഭക്ഷണത്തിന്റെ ആണ് അല്ലെ അവിടെ ഇരിക്കുന്നത്? അത് കഴുകേണ്ടത് അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തികളാണ്. ഇപ്പൊ ആരാണ് ടീമിലുള്ളത്? അല്ല ശരിക്കും ഉച്ചക്ക് കഴുകേണ്ട. ഉച്ചക്ക് ടീം മാറ്റിയിരുന്നില്ല. ഉച്ചക്ക് ശേഷമാണ് ഇവരെ ടീം മാറ്റിയിരിക്കുന്നത്. അപ്പൊ കഴുകേണ്ടത് ന്യായമായിട്ടും എങ്ങനെ ഞാൻ അവിടെ